ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് വന്നിട്ടുള്ളത് പാവയ്ക്ക കറിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റോടുകൂടെ എന്നാൽ കയ്പൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു മീഡിയം സൈസ് പാവയ്ക്ക എടുക്കാം നമുക്ക്. എന്നിട്ടത് നല്ലതുപോലെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു 4 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നല്ല വെള്ള കളറിലെ പാവയ്ക്കാണെങ്കിൽ ഈ കറി ഒന്നും കൂടെ ടേസ്റ്റ് ആവും കേട്ടോ. എനിക്ക് അതുപോലത്തെ പാവയ്ക്ക കിട്ടിയില്ല, അപ്പോൾ ചെറിയ പച്ച കളറിലെ പാവയ്ക്കാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് നമുക്കിത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി നമുക്ക് പാവയ്ക്ക ഒരു 1/4 ഭാഗത്തോളം വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഈ പാവയ്ക്ക കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 പിടി തേങ്ങ ചിരുവിയത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു മീഡിയം സൈസ് പാവയ്ക്കയ്ക്ക് 3 പിടി തേങ്ങ ചിരുവിയതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് നല്ലതുപോലെ അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പം ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്ന തേങ്ങയാണെങ്കിൽ നിങ്ങൾ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നല്ലതുപോലെ അരഞ്ഞ് കിട്ടേയില്ല. പിന്നെ അത് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുമ്പോൾ ഇങ്ങനെ പൊന്തി കിടക്കുന്നത് പോലെ ഇരിക്കും. അപ്പം ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ദേ പാവയ്ക്കയ്ക്ക് നല്ലതുപോലെ ഒരു 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൊറുക്ക ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ ചൊറുക്ക നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാവയ്ക്കയ്ക്ക് ആ കയ്പ്പ് ഒന്ന് മാറിക്കിട്ടും. ആ പാവയ്ക്കയുടെ കയ്പ്പ് ചെറുതായിട്ടൊന്ന് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലതുപോലെ ഒന്ന് തിളക്കാനായിട്ട് വെക്കാം. ഇനി ചൊറുക്ക ഒഴിച്ചെടുക്കുന്നത് കൊണ്ട് നമുക്ക് പാവയ്ക്ക അങ്ങനെ പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഉടഞ്ഞ് വെന്ത് പോവില്ല. നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരണം. ഈ അരപ്പിൻ്റെ ആ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരണം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 2-3 മിനിറ്റും കൂടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ തന്നെ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ഇതൊരു 150 ഗ്രാമോളം തൈരുണ്ട് കേട്ടോ. ഈ തൈര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ആ ചൂടോടുകൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തൈരൊക്കെ നല്ലതുപോലെ മിക്സായി വന്നാൽ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കറി താളിക്കാനുള്ള പരിപാടി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കറിയിൽ സവാളയൊന്നും ചേർത്തിട്ടുണ്ടായില്ല. സവാളയ്ക്ക് പകരം ഉള്ളിയാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടിയായി അരിഞ്ഞ ഒരു മീഡിയം സൈസ് സവാള നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ സവാളയൊക്കെ നല്ലതുപോലെ മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. സവാളയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നാൽ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. മസാല നല്ലതുപോലെ മൂത്ത് വന്നാൽ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ താളിച്ചത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള തനി നാടൻ തേങ്ങ അരച്ച പാവയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. അധികം കയ്പൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റോടുകൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായിട്ട് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം.